നമ്മുടെ കോളാമ്പി ജബ്ബാർക്കയുടെ ഒരു പോസ്റ്റ് ഇന്നൊരാൾ എനിക്ക് അയച്ചു തന്നു. കോളാമ്പി ജബ്ബാർക്ക വളരെ ഒരു ജെൻറ്റിൽമാനായ ആളായി മാറി. എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാറ്റമൊന്നും വന്നിട്ടല്ല. മറുവശത്ത് രവിചന്ദ്രനെ പോലെ ആരിഫ് ഹുസൈനെ പോലെയുള്ള നികൃഷ്ട ജീവികൾ രംഗത്ത് വന്നതോടുകൂടി താരതമ്യേന ആപേക്ഷികമായൊക്കെ കുറച്ചുകൂടി മെച്ചം അവനേക്കാൾ ഇവനല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാകട്ടെ പഠിപ്പിച്ച ഉസ്താദിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. നിരവധിയായ കുടുംബാംഗങ്ങൾ വന്നിരിക്കുമ്പോൾ ചേർന്നിരുന്ന് ഫോട്ടോ എടുത്ത് പുറത്തുവിടുന്നു. സാധാരണ ഈ യുക്തിവാദികളായ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട ആരിഫിനെ പോലെയുള്ള നികൃഷ്ട ജീവികളായി എവിടെയെന്നറിയാതെ മേൽവിലാസമൊന്നുമില്ലാതെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ആരൊക്കെയോ ഇട്ടു കൊടുക്കുന്ന തീറ്റി ഭക്ഷിച്ച് ജീവിക്കുമ്പോൾ ജബ്ബാറിന് അങ്ങനെയല്ല. ജബ്ബാറിനൊരു മേൽവിലാസവും അതിൻ്റെ ഒരു ചുറ്റുപാടും ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്ന് ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ജബ്ബാറിൻ്റെ ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നത് വളരെ വിചിത്രമായ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് തോന്നി. മുയിസ് വൈറ്റില, എം അക്ബറിൻ്റെ വലങ്കയും മുജാഹിദ് ബാലുശ്ശേരിയുടെ അരിമയും സജീവ സലഫി ദഅ്വാ പ്രവർത്തകനുമായ ഈ യുവാവ് തിക്തമായ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാറി ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലം ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ആശയങ്ങളിൽ നിഴലിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്കിൽ കമൻറ്റിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റൂടെ വെച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന എനിക്കറിയില്ല എം അക്ബറിൻ്റെയും അതുപോലെ മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഒക്കെ അരിമ ശിഷ്യനായി പോയ ആളുകളാണെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് അറിയപ്പെടുന്ന നികൃഷ്ട ജീവികളായ എല്ലാ യുക്തിവാദികളും ഏതെങ്കിലും സമുദായ സംഘടനകളുടെ മേൽവിലാസത്തിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസകളിൽ ഇത് ഓതാനും പഠിക്കാനും പോയവരാണ് എന്നതാണൊരു സത്യം. നമ്മുടെ തൊപ്പിയാകട്ടെ, ജാമിദ ആകട്ടെ, പിന്നെ ആരിഫിൻ്റെ വാപ്പയും ഉമ്മയും എല്ലാം മദ്രസ സ്കൂളുകളുടെ അധ്യാപകരും മറ്റുമൊക്കെ ആയിരുന്നു. പുള്ളിയേയും അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊക്കെ പാപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകളെ ഇതുപോലെ ആക്കി തീർത്തതിൽ നമ്മുടെ സംഘടനകൾക്കും മറ്റുള്ളവർക്കുമൊക്കെ നല്ല പങ്കുണ്ട് എന്നതാണ് സത്യം. അതിൻ്റെ ചില വസ്തുതാപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഒന്ന്, ഇപ്പം ഇങ്ങനെ സംഘടനയിൽ പോയ ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഈ നിരീശ്വരവാദിയായി അല്ലെങ്കിൽ ജബ്ബാറുവാദിയായി ലിയാക്കത്തുവാദിയായി രവിചന്ദ്രൻവാദിയായി എന്നൊന്നും വിചാരിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയെയും മകനെയും കൂടി മയക്കുമരുന്ന് കച്ചവടത്തിന് പിടിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ഈ തൊപ്പിയും വെച്ച് ദീനീ പ്രവർത്തനം നടത്തുന്നവരെ മയക്കുമരുന്നിനും അതിൻ്റെ കഞ്ചാവിൻ്റെ കച്ചവടത്തിനും പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിലെ പൂജാമുറികളിൽ ഒരു വീട്ടിൽ മയക്കുമരുന്ന് സാധനങ്ങൾ വെച്ച് പിടിച്ചതിന് ചാരായോ ഏതാണ്ടെല്ലാം കൂടെ വിറ്റേന് ഒരാളിനെ പിടിച്ചിരുന്നു. പിന്നെ കുടുംബമായി തന്നെ ഇതെല്ലാം കാണിക്കുന്ന ആളുകളുടെ എണ്ണം ധാരാളമായുണ്ട്. സാമൂഹ്യ മാധ്യമം തുറന്നു നോക്കിയാൽ അച്ഛനും പെൺമക്കളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കയുടെയും ഏത്തക്കയുടെയും വലിപ്പം പറഞ്ഞ് വീഡിയോ ചിത്രങ്ങൾ പ്ലാവിൻ്റെ ചുവട്ടിലും വാഴക്കുലയുടെ ചുവട്ടിലും പോയി നിന്ന് ചിത്രീകരിച്ച് അതിലൂടെ വരുമാനമുണ്ടാക്കുന്ന കാലത്ത് നല്ല സുഖമായി വിയർപ്പിൻ്റെ അസുഖം ഉണ്ടാവാതെ ആളുകളുടെ കാശ് വാങ്ങി സന്തോഷത്തോടെ ജീവിക്കുന്ന ആരിഫ് ഹുസൈനെയും ലിയാക്കത്തിനെയും ഒക്കെ കാണുമ്പോൾ ഈ പോയവൻ ഞാൻ ഈ സംഘടനയും കൊണ്ട് നടന്ന് ഓളേമുക്കാക്കായിന് എവിടെങ്കിലും മോദീനായോ പള്ളിയിലോ ഒക്കെ ജോലി ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊക്കെ പോകുന്നതാണ് ലാഭമെന്ന് ചിന്തിച്ചാൽ വർത്തമാന കാലഘട്ടത്തിൽ ഒരു തെറ്റും പറയാനാവില്ല. അതുതന്നെയാണ് ലാഭം. കാരണം ഈ സംഘടന കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഏറ്റവും മുകൾ തട്ടിലുള്ളവരും അഭ്യാസികളും അത്തരം ആളുകളും മാത്രമാണ് സമൃദ്ധമായി ജീവിക്കുന്നത്. അല്ലാത്ത നിരപരാധികളായ മനുഷ്യർ ഓളേമുക്കാക്കായിന് എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. അതിനേക്കാളൊക്കെ മെച്ചമാണ് ഈ ലിയാക്കത്തൊക്കെ ഒരു വാദപ്രതിവാദത്തിന് വന്ന ആളിൻ്റെ 2 ലക്ഷം രൂപയുടെ പുള്ളിക്കൊരു 50 പൈസയുടെ കുറവുള്ള ആളാണ്. ആ 50 പൈസയുടെ കുറവുള്ള ആളുടെ കയ്യിൽ നിന്ന് ചെക്കും കാശും എല്ലാം വാങ്ങിച്ച് അടിച്ചുകൊണ്ട് പോയ അത്രയും മിടുക്കരായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഞാനതിൽ ഇടപെടാഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 50 പൈസ കുറവുള്ള ആളുടെ കാര്യത്തിന് ഇടപെട്ട് എന്ത് കാര്യത്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നതെന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകളുടെ കാലത്ത് എവനും കൂടി ആ വഴി തിരഞ്ഞെടുത്തതിൽ ഒരു തെറ്റൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. ആ വഴി തിരഞ്ഞെടുത്തതിൽ അതിലൊരു അത്ഭുതപ്പെടാനുമില്ല. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വേറൊരു കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ വേറൊരു കാര്യം, ഈ സംഘടനകളിൽ പ്രവർത്തിക്കാൻ നിഷ്കളങ്കമായ മനസ്സോടുകൂടി പോകുന്നവർ വല്ലാണ്ട് പെട്ടുപോകും. എല്ലാ വേലയും പഠിച്ച് പണിയും പഠിച്ച് അഭ്യാസവും പഠിച്ച് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുസ്തഫ വേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ജവാദ് മുസ്തഫ വേ എന്ന് പറയുന്ന ആളുകളെപ്പോലെ അഭ്യാസികളായി
നേതാക്കളുടെ കാല് തിരുമ്മി അവരുടെ സ്വന്തക്കാരായി പ്ലഗ് അടിച്ച് നടക്കുന്നവർക്കൊന്നും വലിയ കുഴപ്പമൊന്നും വരുത്തില്ല. അവരാരും ഈ പറയുന്നത് പോലെ ഒരു സംഘടനയും വിട്ടെങ്ങും പോവില്ല. അതേസമയം ചിലർ വളരെ നിഷ്കളങ്ക ഭാവത്തോടെ ഈ ഉസ്താദ് നല്ലതാണ്, ഈ തങ്ങൾ നല്ലതാണ്, മറ്റേ തങ്ങൾ നല്ലതാണെന്നും പറഞ്ഞ് അങ്ങ് അടുത്തോട്ട് എന്ന് പഠിക്കുമ്പം ഇയാളെയാണോ നമ്മൾ ഇത്രയും നാളിങ്ങനെ വിശ്വസിച്ചതെന്ന് തോന്നും. നിഷ്കളങ്കനാണെങ്കിൽ ചിലപ്പോൾ അത് സംഘടനാ വിരോധം മാത്രമല്ല, സമുദായ വിരോധവും വിശ്വാസ വിരോധവുമായി അവൻ വേറൊരു വഴിക്കങ്ങ് പോകും. കാരണം മനുഷ്യരാൽ നയിക്കപ്പെടുന്ന, മനുഷ്യരാൽ നടത്തപ്പെടുന്ന ഈ സംഭവങ്ങളിലും സംവിധാനങ്ങളും ഒന്നും സമ്പൂർണ്ണമല്ല എന്നതാണ് സ്ഥിതി. കസേരയിൽ നിന്ന് പിടിവിടാത്ത നേതാക്കൾ, സാമ്പത്തികത്തിൻ്റെ കണക്ക് അവതരിപ്പിക്കാത്തവർ, വേറൊരാളും കൂടി വന്നുപോയാൽ തങ്ങളുടെ പ്രാധാന്യം കുറയുമോ എന്നോർത്ത് വല്ലാണ്ട് ദുഃഖിക്കുന്നവർ. പണ്ടത്തെ ഒരാലിമിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, പുള്ളി എപ്പോഴും 3 തരം ആളുകളെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നത്രേ. ഒന്ന്, പള്ളിയിലും വരുന്നവർ പള്ളിക്കാട്ടിലും കിടക്കുന്നവർ. രണ്ടാമത്തേത്, പള്ളിയിൽ വരാത്തവർ എന്നാൽ പള്ളിക്കാട്ടിൽ കിടക്കുന്നവർ. മൂന്നാമത്തേത്, പള്ളിയിലും വരാത്തവർ പള്ളിക്കാട്ടിലും കിടക്കാത്തവർ. എന്ന് വെച്ചാൽ ഈ മതവുമില്ല വിശ്വാസവുമില്ല, ചിലപ്പം വേറെ ജാതിയോ മതമോ ഒക്കെയായി രാമസിംഹനായി അങ്ങ് പോകുന്ന ഒരു കാലം കൂടിയുണ്ട്. അപ്പോൾ ഈ 3 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ചാണ് കാര്യപ്പെട്ട ആലിമീങ്ങൾ ചിന്തിച്ചത്. അതിൽ നമ്മളെവിടെ വരും, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾ എവിടെ എത്തുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠയില്ല. അവരവരുടെ സംഘടന, അതിൻ്റെ വരുമാനം, എതിരാളിയെ കീച്ചുക, മറ്റോനെ കാച്ചുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ യഥാർത്ഥ നിഷ്കളങ്കമായ ദീൻ പ്രതീക്ഷ ചെല്ലുന്നവൻ എന്തു ചെയ്യും? അവനാകെ ഞെട്ടിത്തെറിച്ചു പോവും, പൊട്ടിത്തെറിച്ചു പോവും. അവൻ ഇങ്ങനെയായിത്തീരും. ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓപ്ഷൻ നമ്പർ 3 എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി ഒരുത്തൻ ചെല്ലുമ്പോൾ അപ്രായോഗികവും ഒരു സംഗതിയുമില്ലാത്ത ഒരു കൂട്ടം കാര്യങ്ങൾ പഠിപ്പിച്ചും അന്യ സംഘടനാ വിരോധം പഠിപ്പിച്ചും ഇവനെ ഒരു മാനസിക രോഗിയാക്കിയെടുക്കും. എങ്ങനെ അപ്രായോഗികമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ശരീരം വൃത്തിയായിരിക്കണം, അഴുക്കുണ്ടാകരുത്, ഒരു പൊതു തത്വമാണ്. മൂക്കിനകത്ത് കൈയിട്ട് അഴുക്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട് ചിലർ. അത് അവനും ചെയ്തോളും. ശരീരം വൃത്തിയായിരിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനു പകരം മൂക്കിനകത്തേക്ക് കൈയിട്ട് വിരലുകൾ കടത്തി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബാത്റൂമിൽ പോകുമ്പോൾ കഴുകുന്നത് വിശദീകരിച്ചുകൊണ്ട് അതിനകത്തേക്ക് കടത്തി, പിന്നെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള റിംഗ് ടോൺ വരുമ്പോൾ അത് സംഗീതമായാൽ പ്രശ്നം, ഇടത്തോട്ട് തിരിഞ്ഞൂടാ, വലത്തോട്ട് തിരിഞ്ഞൂടാ, ഇങ്ങനെ ഒരു തരം പ്രത്യേക ജീവിയാക്കി മാറ്റും. സുന്നിക്ക് സലാം പറഞ്ഞുകൂടാ, മുജാഹിദിന് സലാം പറഞ്ഞുകൂടാ, മുജാഹിദെല്ലാം നരകത്തിൽ, ജമാഅത്ത് ഇസ്ലാമി എല്ലാം നരകത്തിൽ, സുന്നി മാത്രം സ്വർഗത്തിൽ, അല്ലെങ്കിൽ ഇവരെല്ലാം ഖുറാഫികൾ, മറ്റേത് കുറേ പടിജാഹിലുകൾ, ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പം ഈ മനുഷ്യന് തോന്നും ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ സംഘടനയ്ക്ക് പുറത്ത് നിൽക്കുന്നതെന്ന് തോന്നും. അങ്ങനെ ഈ വിദ്വേഷം സഹിക്കാൻ വയ്യാതെ അവൻ സംഘടനയ്ക്ക് ആദ്യം പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തു ചെയ്യും? എന്നാൽ പള്ളി വരവ് നിർത്തിയേക്കാം, പള്ളിക്കാട്ടിൽ എന്തായാലും പോകാമല്ലോ എന്നും പറഞ്ഞിരിക്കും. അപ്പോഴാണ് വേറെ കുറേ ആശയങ്ങളുമായി കുറച്ച് പേര് വരുന്നത്. അപ്പോൾ എന്തു ചെയ്യും? ഇനി പള്ളിയിലും പോകുന്നില്ല, പള്ളിക്കാട്ടിലും പോകുന്നില്ലെന്നും പറഞ്ഞ് അവൻ്റെ ഒരു വഴി തിരഞ്ഞെടുത്ത് എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ വിമർശിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൽ ഒരുപാട് പേര് മറുപടി പറയാത്ത എന്താ? ഇപ്പോൾ ഇസ്ലാം മതത്തെക്കുറിച്ച് ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ പലരും വിമർശിച്ചാൽ പോലും വ്യവസ്ഥാപിതമായ സംഘടനകളുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും അവർക്ക് മറുപടി പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? അവർക്ക് മതത്തെ പറയുന്നതോ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതികളോ ഒന്നുമല്ല അവരുടെ പ്രശ്നം അവരിതൊരു സംരംഭം പോലെ, ബിസിനസ് പോലെ, ഒരു കച്ചവടം പോലെ കുറേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക. അതിനേറാൻ മൂളാൻ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളിങ്ങനെ എന്തോ ഒരു വീഡിയോ ഇട്ട്, എൻ്റെ ഒരു പടം ഇട്ട്, അതിനകത്തൊരു വെട്ടലൊക്കെ കാണിച്ചിട്ട് എന്നെക്കുറിച്ച് ഏതാണ്ടൊക്കെ എഴുതിയേക്കുന്നത്. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാനതിനൊന്നും ഒരു രോമത്തിൻ്റെ വില കൽപ്പിക്കില്ല. കാരണം എനിക്ക് ഇത് എഴുതുന്നവനോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം അവനിത് മനസ്സിലാകാത്ത, തിരിച്ചറിയപ്പെടാത്ത, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു അഡിക്റ്റിനെ പോലെ അവനിതിൻ്റെ അഡിക്ഷനായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഈ സംഗതികളിൽ നിന്നൊക്കെ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അതുകൊണ്ട് കടുത്ത മുജാഹിദും ഇതുമായിട്ട് നടന്നവൻ ദൈവനിഷേധിയായി പോയെങ്കിൽ ഒരു തെറ്റുമില്ല. അവൻ കുറച്ച് നാൾ അത് കറങ്ങുമ്പം, ഇവിടെ അയ്യൂബ് മൗലവി പോയ പോലെ അങ്ങനെ സ്വതന്ത്രമായി അവൻ കുറച്ച് കഴിയുമ്പം അവന് വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിലും പള്ളിക്കാട്ടിലും കിടക്കാനോ, ഇനി കുറഞ്ഞ പക്ഷം പള്ളിയിൽ കിടന്നില്ലെങ്കിലും പള്ളിക്കാട്ടിലെങ്കിലും കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അവനിങ്ങ് മടങ്ങി വരും. അപ്പോൾ അതുകൊണ്ട്
മതവിദ്വേഷവും മതനീരാസവും മതവിരോധികളും സൃഷ്ടിക്കുന്നത് കള്ളുകൂടിയന്മാരോ പള്ളിയിൽ പോകാത്തവരോ ആരുമല്ല, ഈ മതസംഘടനകളും അതുപോലെയുള്ള ഇടങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഈ സങ്കുചിത ഭാവങ്ങളുമാണ്. ഞാൻ എണ്ണി പറഞ്ഞ 3-4 കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടാൽ നിങ്ങൾക്കത് വ്യക്തമാവും. ഇതിൻ്റെ ഇരകളാണ്. നമ്മളാരും എന്താ അതിന് വിരോധിയാവാത്തതെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം കൃത്യമായ അകലമാണ് വ്യക്തമായ അടുപ്പം എന്ന് പറയുന്ന ഒരു ബോധ്യത്തോടു കൂടി മാത്രമേ സംഘടനകളെ സമീപിക്കാവൂ. കൃത്യമായ അകലമാണ് വ്യക്തമായ അടുപ്പം. അങ്ങനെ അകന്നു നിന്നാൽ നമുക്ക് ആ അടുപ്പം അതുപോലെ നിൽക്കും. അതിന് പകരം നമ്മളിതിനകത്ത് കയറി ഇതിലൊരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയും അവർ ചെയ്യുന്ന പല കാര്യങ്ങളെയും നമ്മൾ ചോദ്യം ചെയ്യാനും ഒക്കെ തുടങ്ങിയാൽ നിങ്ങൾ ആ സംഘടനയുടെ വിരുദ്ധനാവും. അതേത് സംഘടനയുടെയും, മുജാഹിദായാലും ഇപ്പോൾ വിസ്ഡമായാലും അല്ലാത്തവരായാലും സുന്നി ആയാലും ആരായാലും അവരുടെ വിരോധിയായി മാറും. പിന്നെ നിങ്ങളെക്കുറിച്ച് കഥകൾ രചിക്കപ്പെടും, സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നടത്തപ്പെടും, നിങ്ങളങ്ങ് പുറത്തു പോകും. ഇന്ന് ഒത്തിരി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഒരുപാട് ഉസ്താദന്മാർക്കും മുസ്ലിയാക്കന്മാർക്കും ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അവർ മിണ്ടാതെ പോകുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കൃത്യമായ അകലമാണ് വ്യക്തമായ അടുപ്പം. അപ്പോൾ അതുകൊണ്ട് ആ അകലം സൂക്ഷിച്ച് ആ സംഘടനയിലൊക്കെ ഉണ്ടെന്ന് വരുത്തി അവരുടെ ഉപജീവന മാർഗവും നടത്തി അവരങ്ങനെ പോവുക ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നല്ല തഖ്വയുള്ളവർ ഇതെല്ലാം തുടരുന്നതിനോടുകൂടി രാത്രി കാലങ്ങളിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹൃദയം കൊണ്ട് ഈ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചെല്ലാം പശ്ചാത്തപിച്ച് ഡയറക്റ്റ് അള്ളാഹുവുമായും പിന്നെ ഖുർആനുമായും അതുപോലെ തന്നെ പ്രവാചകനുമായും അടുക്കുകയും അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രകടമായൊക്കെ അവരിങ്ങനെ നിൽക്കും, കാരണം നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും. ഇത് ഒരിടത്തുനിന്ന് ചാടി വേറൊരിടത്ത് പോയാലും ഇത് തന്നെ സ്ഥിതി. അല്ലാതെ ഇത് വേറെ വലിയ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ആളുകളെ നയിക്കാൻ വേണ്ടിയൊന്നും അല്ല ഇതൊന്നും പിളർന്നതും ഉണ്ടായതുമൊന്നും. അവരും അങ്ങനെ അവകാശപ്പെടുന്നില്ല, ഇവരും വിശ്വസിക്കേണ്ട. പക്ഷേ കുറേ മണ്ടന്മാർ അങ്ങനെയാണെന്ന് വിശ്വസിച്ചതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ.